തിയേറ്റർ ഫുൾ ഓളമായിരുന്നു. ഒരു 5-6 വർഷത്തിന് ശേഷം മാർവലിന്റെ ഒരു നല്ല പടം അടിപൊളിയായിരുന്നു. മാർവൽ എല്ലാ ബാരിയേഴ്സും എല്ലാം പൊളിച്ച് എല്ലാം കിഡിലായിട്ട് ആയിട്ടുണ്ട്. പക്ഷെ പടം ഓവറോൾ കൊള്ളാം. ഓവറായിട്ട് നിങ്ങൾ ഭയങ്കര കിഡിലായിട്ടൊന്നും വിചാരിച്ചു വരണ്ട. ഹായ് ഫ്രണ്ട്സ്, ഡെഡ്പൂൾ ഫാൻസും വോൾവറൈൻ ഫാൻസും ഒരേപോലെ കാത്തിരുന്ന ഡെഡ്പൂൾ ആൻഡ് ദ വോൾവറൈൻ ട്രെയിലറൊക്കെ തിയേറ്റർ കണ്ടപ്പോൾ ഒരു കില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സിനിമ തിയേറ്റർ കാണുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകർ ചോദിച്ചു നോക്കാം. എന്തായാലും അടിപൊളി ഐറ്റം ആയിരിക്കും എന്നാണ് പ്രീ റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. എങ്ങനെയുണ്ട് സിനിമ എന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകർ ചോദിച്ചു നോക്കാം. ചാനൽ ഇപ്പം കണ്ടിരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ റിവ്യൂലേക്ക്. രാവിലെ എന്തായാലും ഉറക്കം കളഞ്ഞ് വന്നതായിരിക്കും. ആ ഒരു സാറ്റിസ്ഫൈഡ് ആയ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഉറക്കം തിയേറ്ററിൽ വന്ന് ഉറക്കമെല്ലാം പോയി. കാണണം. തിയേറ്റർ ഫുൾ ഓളമായിരുന്നു. ഇത് ഫോണിലെ ഒന്നിനും കാണാൻ പാടില്ല. മസ്റ്റ് തിയേറ്റർ വാച്ചിങ്. തിയേറ്റർ തന്നെ വന്ന് കാണണം, ഇല്ലെങ്കിൽ ശരിയാവും. 3D തുടക്കത്തിൽ ഒരു റേഞ്ച് പോയതാണ്, അതുകൊണ്ട് താന്നിട്ടില്ല. പീക്ക് ടീഷർട്ട് തന്നൊക്കെയാണ് മാർവൽ നിരാശപ്പെടുത്തിയ പഴണക്ക്. ഇതാണ് കംബാക്ക്. മാർവലിന്റെ കംബാക്ക് ആണ്. ഡെഡ്പൂൾ വോൾവറൈൻ ഒരുമിച്ചുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ആയിരുന്നു. മാർവൽ എല്ലാ ബാരിയേഴ്സും എല്ലാം പൊളിച്ച് എല്ലാം കിഡിലായിട്ട് ആയിട്ടുണ്ട്. പടം പുള്ളിക്കാരൻ ആ ടീമിന്റെ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതും ഇല്ലാതെ കറക്റ്റായിട്ട് തിയേറ്ററിനകത്ത് ഓളമായിരുന്നു. പിന്നെ ചിരിയും എല്ലാം പടം കൊള്ളാം ബ്രോ. ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യണ്ട, പക്ഷെ പടം കൊള്ളാം. നല്ല രീതിയിൽ അവർ എടുത്തിരിക്കുന്ന. പിന്നെ യു ജാക്മനെ കുറച്ചുകൂടെ നല്ല സീൻസ് കിടായിരുന്നു. പക്ഷെ പടം ഓവറോൾ കൊള്ളാം. ഓവറായിട്ട് നിങ്ങൾ ഭയങ്കര കിടലായിട്ടൊന്നും വിചാരിച്ചു വരണ്ട. കൊള്ളാം, ഓക്കെയാണ്. പിന്നെ വേറെ കാര്യം, ഇതിന്റെ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുന്നത് നൈസാണ് കേട്ടോ. നല്ല രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ കുറെ കോമഡി സീൻസ് ഒക്കെ കൊള്ളാം. ഓവറോൾ ഓക്കെ, കൊള്ളാം. പഴയ അത്രയും ഇങ്ങോട്ട് വരാത്തോണ്ട്. 2-ന്റെ അതേപോലെ 2-ൽ എന്താണ് നിങ്ങൾ അതിൽ ഇഷ്ടപ്പെടുന്ന പോലെ അത്രയും അങ്ങനെ ആ രീതിയിലാണ് പോകുന്നത്. നല്ല വൗ ഫാക്ടർ ഇരുന്ന സംഭവം ഉണ്ടായിരുന്നു. ഉണ്ട്, വൗ ഫാക്ടർ ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പീക്ക് ലെവലിലൊന്നും എത്തിക്കുന്നില്ല. ഓക്കെ ഫീലാണ്. എക്സ്പീരിയൻസ് ഒന്നും പറയില്ല ബ്രോ. ഒരു 5-6 വർഷത്തിന് ശേഷം മാർവലിന്റെ ഒരു നല്ല പടം അടിപൊളിയായിരുന്നു. ആദ്യ പാട്ട് കാണുന്ന ത്രില്ല് ഇപ്പോഴും കിട്ടിയ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. കാരണം രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ്. പിന്നെ ഒരുപാട് ക്യാമിയോ റോൾസ് ഉണ്ട്, ഒരുപാട് പേര്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആകും. രോമാഞ്ചം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഉറപ്പായി വർത്തിങ് ആണ് വാച്ചിങ്. ഒരു ലാഭമില്ല. നമ്മളെ പഴയ ഡെഡ്പൂൾ 1 and 2 ഒക്കെ പോലെ തന്നെ. 3D എക്സ്പീരിയൻസ് സംഭവം ഉണ്ടായിരുന്നു. 3D കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നു. പഴയ പോലെ കോമഡീസും എല്ലാം പഴയ മൂവീസാണ്. ഒരുമിച്ചുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ആയിരുന്നു ഉറപ്പായിട്ടും. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വേറെ ലെവൽ. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. കോമഡിയൊക്കെ പൊളിയായിട്ട് ഫസ്റ്റിലെ പോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ ഫസ്റ്റ് കാണുന്ന ത്രില്ല് ഇപ്പം കിട്ടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഫസ്റ്റ് കാണുന്ന ത്രില്ല് തന്നെ കിട്ടുന്നുണ്ട്. 3D ഓൾസോ ദ മ്യൂസിക് സ്റ്റൂഡ് ഔട്ട് ആൻഡ് ആ വോൾവറൈൻ്റെ ഒരു ദ കൈൻഡ് ഓഫ് സ്വാഗ് ഉണ്ടല്ലോ. വോൾവറൈൻ ഈ സ്യൂട്ടിൽ നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ട്. അതെ സെറ്റ് പടം. കുറേ നാൾക്ക് ശേഷം ഒരു അടിപൊളി മാർവൽ പടം കണ്ടു. ഡെഡ്പൂൾ വോൾവറൈൻ കോംബോ എല്ലാം സെറ്റാണ്. അടിപൊളി. 3D ഷെയർ ചെയ്യാം. അങ്ങനെ ഉണ്ടായിരുന്നു. രാവിലെ ഉറക്കം ചെന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയോ? ഇറങ്ങിയ ബെസ്റ്റ് ഫിലിം ഇതാണ്. നല്ല ഇതാണ്. പിന്നെ ക്യാമിയോസ് കുറേ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ക്യാമിയോസ് ഉണ്ട്. ഇത് എൻജോയ് ചെയ്യും. സ്റ്റോറി വൈസ് ഇച്ചിരി ഫിലിം ഒന്ന് വീക്കാണ്. സ്ക്രിപ്റ്റ് ആയിരുന്നു ജസ്റ്റ് ബെറ്റർ ആയി നല്ലൊരു മൂവിയായി മാറിയത്. പക്ഷേ 3 ഡെഡ്പൂൾ മൂവീസ് നോക്കി ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടും ആക്ഷൻ സീൻസ് എല്ലാം പക്ക രീതിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ മാർവലൊരു കംബാക്ക് വെച്ച് നോക്കുവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഐ മീൻ ആണ്. പക്ഷേ എന്നാലും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. ഒരു 5 ഒരു 3 വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. കുറച്ച് നാളായിട്ട് മാർവൽസിന്റെ മൂവി അത്ര കൊള്ളില്ലായിരുന്നു. ഇത് അടിപൊളിയായിട്ട് ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, മാർവൽ അതിൻ്റെ ആരാധകരെ തിരിച്ച് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അടിപൊളി റിവ്യൂ ആയിരുന്നു സിനിമയ്ക്ക് കിട്ടിയത്. അപ്പോൾ മാർവൽ യൂണിവേഴ്സ് കഴിഞ്ഞു ഇനി വരാനുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന കുറേ പടങ്ങളുടെ റിവ്യൂമായിട്ട് ഞാൻ ചേരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ കാണാം.